നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi extension cord. Flexi Electronics and Home Appliances. Flexi. Life easy. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ബിജു രമേശിന്റെ രഹസ്യമൊഴി റിപ്പോർട്ടർ പുറത്തുവിട്ടു. കെ ബാബുവിന് 10 കോടി രൂപ കൊടുത്തു. മാണി കോഴ വാങ്ങുന്നതിന് തന്റെ ഡ്രൈവർ സാക്ഷി. നിഷേധവുമായി മാണിയും ബാബുവും. മാണിയുടെ രാജി ആവശ്യപ്പെട്ട LDFന്റെ ഉപരോധ സമരം. ദില്ലിയിൽ ആം ആദ്മി പാർട്ടി റാലിക്കിടെ കർഷകന്റെ ആത്മഹത്യ. ജീവനൊടുക്കിയത് വിളനാശത്തിൽ മനംനൊന്ത്. കേന്ദ്രം പോലീസിനോട് വിശദീകരണം തേടി. ആത്മഹത്യക്ക് കാരണം സർക്കാർ നിഷ്ക്രിയത്വമെന്ന് പ്രതിപക്ഷം. ബാലനീതി നിയമ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഹീന കുറ്റകൃത്യങ്ങളിൽ പ്രായപൂർത്തി പരിധി 16 വയസ്സാക്കി. കുറ്റകൃത്യം ഹീനമാണോ എന്ന് ജുവനൈൽ ബോർഡ് നിശ്ചയിക്കും. JDUവിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് PS അച്യുതാനന്ദൻ. മതേതര കക്ഷികൾ ഒന്നിക്കണം. സഹകരിക്കാവുന്ന എല്ലാവർക്കും സ്വാഗതമെന്ന് വൈക്കം വിശ്വൻ. LDF അരുവിക്കരയിൽ കൊടികുത്തി ജയിക്കുമെന്ന് ബാലകൃഷ്ണപിള്ള. വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കാൻ മന്ത്രിസഭാ തീരുമാനം. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ. SSLC ഫലത്തിൽ ഗുരുതര പ്രശ്നമില്ലെന്ന് മുഖ്യമന്ത്രി. കണ്ണൂരിൽ പരീക്ഷ എഴുതാത്ത കുട്ടിക്കും ഗ്രേഡ്. ബാർകോഴ കേസിൽ ബിജു രമേശ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകിയ രഹസ്യമൊഴി റിപ്പോർട്ടർ പുറത്തുവിട്ടു. ബാറുകളുടെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരിക്കാൻ എക്സൈസ് മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ നൽകിയെന്ന് മൊഴിയിൽ പറയുന്നു. കെ മാണിക്ക് അനുകൂലമായി മൊഴി നൽകാൻ ബസ് അസോസിയേഷൻ ഭാരവാഹികളെ കെ ബാബു വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ടുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. മന്ത്രി കെ എം മാണി കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ഉറച്ചുനിന്ന് ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലാണ് എക്സൈസ് മന്ത്രി കെ ബാബുവും കോഴ കൈപ്പറ്റിയെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഓരോ വർഷവും ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അസോസിയേഷൻ പിരിച്ച് കെ ബാബുവിന് എത്തിച്ചതായി ബിജു രമേശിന്റെ മൊഴിയിൽ പറയുന്നു. ലൈസൻസ് ഫീസ് ഉയർത്താതിരിക്കാൻ 10 കോടി രൂപ കെ ബാബുവിന് നൽകിയെന്നാണ് ബിജു രമേശിന്റെ രഹസ്യമൊഴി. സംഭവത്തെക്കുറിച്ച് രഹസ്യമൊഴിയിലെ പരാമർശം ഇങ്ങനെ: 2012-13 വർഷത്തെ ബഡ്ജറ്റിൽ ബാർ ലൈസൻസ് ഫീസ് 22 ലക്ഷം രൂപയിൽ നിന്നും 30 ലക്ഷം രൂപയായി ഉയർത്താൻ നിർദ്ദേശമുള്ളതായി കെ ബാബു തന്നെ അറിയിച്ചു. മന്ത്രിയുടെ ഔദ്യോഗിക മുറിയിൽ നടന്ന പ്രീ ബഡ്ജറ്റ് ചർച്ചയിലാണ് അസോസിയേഷൻ ഭാരവാഹികളെ ഇത് അറിയിച്ചത്. ഫീസ് 23 ലക്ഷം രൂപയായി നിജപ്പെടുത്താൻ മന്ത്രി 10 കോടി ആവശ്യപ്പെട്ടു. ഇതിനുള്ള പണം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ സ്ഥലങ്ങളിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, സെക്രട്ടറി MD ധനേഷ്, വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് എന്നിവർ എത്തിച്ചതായും ബിജു രമേശ് പറയുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ബാർ ലൈസൻസുകൾക്ക് 25 ലക്ഷം രൂപ വീതം മന്ത്രി കെ ബാബു എലഗൻ ഹോട്ടൽ ഉടമയായ ബിനോയ് വഴി വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണവും ബിജു രമേശ് ഉന്നയിക്കുന്നു. ബിയർ വൈൻ പാർലറുകൾക്ക് 15 ലക്ഷം രൂപ വീതവും ബിനോയിയെ ഏജന്റായി വെച്ച് വാങ്ങിയതായും രഹസ്യമൊഴിയിലുണ്ട്. കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളെ കെ ബാബു നേരിട്ട് വിളിച്ചു വരുത്തുകയും കെ എം മാണിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. പകരം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ബാർ കേസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്ന് കെ ബാബു ഉറപ്പ് നൽകി. ബാർ ഹോട്ടലുകൾക്കെതിരായ വിധിയുണ്ടായാൽ സർക്കാർ അപ്പീൽ പോകില്ലെന്ന ഉറപ്പും മന്ത്രി നൽകി. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് രാജ്കുമാറും സെക്രട്ടറി ധനേഷും വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസും മൊഴി മാറ്റിയതായി അറിഞ്ഞതെന്നും ബിജു രമേശ് രഹസ്യമൊഴിയിൽ ആരോപിക്കുന്നു. ബാർ കോഴ കേസിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുന്ന ബിജു രമേശിന്റെ രഹസ്യമൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങളിന്മേൽ വിജിലൻസ് എന്ത് തുടർ നടപടി സ്വീകരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ബാർ ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയിൽ നിന്ന് 35 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് മന്ത്രി കെ എം മാണി വാങ്ങുന്നത് തന്റെ ഡ്രൈവർ വിജയകുമാർ കണ്ടുവെന്ന് ബിജു രമേശിന്റെ രഹസ്യമൊഴി. ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് മന്ത്രി കെ എം മാണി ഈ പണം കൈപ്പറ്റിയത്. കെ എം മാണിക്ക് ഇനി പണം നൽകേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി കെ ബാബു അസോസിയേഷൻ ഭാരവാഹികളെ അറിയിച്ചതായും രഹസ്യമൊഴിയിൽ പറയുന്നു. മന്ത്രി കെ എം മാണിക്ക് 3 ഘട്ടങ്ങളായി 1 കോടി രൂപ നൽകിയെന്ന ആരോപണമാണ് രഹസ്യമൊഴിയിൽ ബിജു രമേശ് ആവർത്തിക്കുന്നത്. 2014 ഏപ്രിൽ 2 രാവിലെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ച് 35 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കെ എം മാണി വാങ്ങിയതിന് സാക്ഷിയുണ്ടെന്ന് ബിജു രമേശ് പറയുന്നു. ബാർ ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിക്കൊപ്പം പോയ തന്റെ ഡ്രൈവർ വിജയകുമാർ പണമടങ്ങിയ ബാഗ് മന്ത്രി കെ എം മാണി രാജ്കുമാറിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയതായി തന്നോട് പറഞ്ഞുവെന്നാണ് ബിജു രമേശിന്റെ മൊഴി. കെ എം മാണി ബാക്കി 4 കോടി രൂപ ആവശ്യപ്പെട്ട വിവരം ബാർ ഉടമ കൃഷ്ണദാസ് മുഖാന്തരം മന്ത്രി കെ ബാബുവിനെ അറിയിച്ചു. ഈ വിഷയത്തിൽ കെ എം മാണിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ബാക്കി തുക നൽകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായും എക്സൈസ് മന്ത്രി കൃഷ്ണദാസിനോട് പറഞ്ഞു. സംഭാഷണം രേഖപ്പെടുത്തിയ മൊബൈൽ ഫോൺ, CD എന്നിവ ബിജു രമേശ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. മന്ത്രിമാരായ കെ എം മാണി, കെ ബാബു, VS ശിവകുമാർ എന്നിവർ പണം വാങ്ങിയത് സംബന്ധിച്ച തെളിവ് ശബ്ദരേഖയിലുണ്ടെന്ന് രഹസ്യമൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ ജോസ് കെ മാണി നടത്തിയ സംഭാഷണവും ബാറുടമകളായ തങ്കച്ചന്റെയും സാജു ഡൊമിനിക്കിന്റെയും മൊഴി മാറ്റാൻ മന്ത്രി PJ ജോസഫ് ആവശ്യപ്പെടുന്നതും CDയിലുണ്ടെന്ന് ബിജു രമേശ് മൊഴിയിൽ പറയുന്നു. വിജിലൻസ് നടത്തിയ ക്വിക്ക് വെരിഫിക്കേഷനിലെ മൊഴി മന്ത്രി PJ ജോസഫിന് ലഭിച്ചുവെന്നും ബിജു രമേശ് ആരോപിക്കുന്നു. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ആന്റണി രാജു, അജയ് തറയിൽ, PC ജോർജ്, AK ബാലൻ, പോളക്കുളം കൃഷ്ണദാസ്, VS സുനിൽകുമാർ തുടങ്ങിയവരാണ്
വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ പോളക്കുളം കൃഷ്ണദാസ്, ഇതാദ്യമായിട്ടായിരിക്കും ഈ വിഷയത്തിൽ താങ്കൾ പ്രതികരിക്കുന്നത്. ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കൾ കെ ബാബുവിനും കെ എം മാണിക്കും പണം കൊടുക്കുന്നതിൻ്റെ ഭാഗഭാക്കായിരുന്നു എന്നാണ് തുടർച്ചയായി ബിജു രമേശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 164 അനുസരിച്ചും ബിജു രമേശ് മൊഴി നൽകിയിരിക്കുന്നു. എന്താണ് പ്രതികരണം? ശ്രീ ബിജു രമേശ് പറയുന്നതിനൊരു മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത് അദ്ദേഹം ശുദ്ധ പച്ച കള്ളമാണ് ഇത് മുഴുവൻ പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരാൾക്കും പൈസ കൊടുക്കുകയോ എന്നോട് ചോദിക്കുകയോ എന്നോട് ശ്രീ കെ ബാബുവോ ശ്രീ കെ എം മാണിയോ ഒന്നും പൈസ ആവശ്യപ്പെടുകയോ ഇതുവരെ ജീവിതത്തിൽ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ബിജു രമേശ് ഈ ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹത്തിന് വ്യക്തിപരമായി വല്ല താല്പര്യങ്ങളും ഉണ്ടാവും. ഞാനും ബിജു രമേശും വളരെ അടുത്ത സുഹൃത്തുക്കളെ. എന്നെ എന്തിനെതിലേക്കൊക്കെ വലിച്ചയച്ചു ഞാൻ ഇപ്പോഴും ആലോചിക്കുക. ഞാൻ ഇതുവരെ ഒരു മാധ്യമത്തിൽ പ്രതികരിക്കാൻ വരാത്തത്. പക്ഷെ ഇപ്പൊ ആവശ്യമില്ലാതെ എനിക്ക് വേണ്ടി മദ്യനയം ഉണ്ടാക്കി എന്തെല്ലാമാ പറയുന്നത്. ഞാൻ ഈ ഗവൺമെന്റ് വന്ന ശേഷം എനിക്കൊരു ഹോട്ടൽ പോലും ഇല്ല. എന്റെ ഹോട്ടലുകളൊക്കെ 10, 20, 30 വർഷമായി പ്രവർത്തിക്കുന്നതാണ്. എനിക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് ഒരു ഉപകാരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പിൽ നിന്ന് ഒരു ഉപകാരവും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് അദ്ദേഹത്തിന്റെ ഒരു സമീപിച്ചിട്ടുമില്ല. അസോസിയേഷന്റെ ആവശ്യങ്ങൾക്കായി പലതവണ ശ്രീ കെ ബാബുവിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. അത് പല ആവശ്യങ്ങളും നമ്മൾ പറയും. ഞാൻ നിയമപരവും ന്യായമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം പരിഗണിക്കാമെന്ന് പറയും. ഇതിൽ കവിഞ്ഞ് എനിക്ക് യാതൊരു ബന്ധവും ഇതിനെ കുറിച്ച് പറയാൻ. ശ്രീ കൃഷ്ണദാസ്, 26/3/2014 50 ലക്ഷം രൂപ താങ്കളും ധനേഷും രാജ്കുമാർ ഉണ്ണിയും കെ എം മാണിയുടെ പാലായിലെ വസതിയിൽ എത്തിച്ചു എന്നുള്ളതാണ് മാണിക്കെതിരായിട്ടുള്ള ആക്ഷേപം. ഇതിവിടെ കൃത്യമായി ഡേറ്റ്, സ്ഥലം, കൊടുത്ത പണത്തിൻ്റെ അളവ് എന്നിവ വ്യക്തമാക്കുകയാണ് ബിജു രമേശ്. മാത്രമല്ല, പിന്നീട് കലൂരിലെ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് താങ്കൾ അടക്കമുള്ളവർ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയും ബിജു രമേശ് പുറത്തുവിട്ടതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ആ യോഗത്തിൽ താങ്കൾ അടക്കമുള്ളവർ പറഞ്ഞ് സ്ഥിരീകരിക്കുന്നതും തെളിവുകളായുണ്ട്. മറ്റെന്താണ് വേണ്ടത്? നികേഷ്, ഈ 26/3/2011 എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ മാണി സാറിന്റെ വീട്ടില് പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്. ഈ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പോയിട്ടുണ്ട്. അന്നും ചിലപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ ഈ ബാറിന്റെ ആവശ്യങ്ങൾ പോയി അദ്ദേഹത്തിനോട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അസോസിയേഷന്റെ ഒപ്പം ഉണ്ണിയും എനിക്ക് ശ്രീ ധനേഷും ഉള്ളപ്പോ കൂടത്തിൽ പോയി ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പണം കൈമാറി അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ ഇത് വെറുതെ ഒരാൾ പറയാം ഞാൻ കൊണ്ട് കാശ് കൊടുത്ത ആൾ പറയുന്നത് കൊടുത്തില്ല എന്ന്. പിന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ ആവശ്യം? പിന്നെ എന്തിനും ഒരു ചർച്ചയാക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പണം കൊടുത്തിട്ടില്ല. പണം കൊടുക്കാതെ പണം കൊടുത്തു എന്ന് വേറൊരാൾ പറഞ്ഞുകൊണ്ട് വല്ലതാവോ? പണം കൊടുത്ത് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ മാനസാറിനെ കാണാൻ പോയത് ശരിയാ. താരതമ്യേന ലഘുവായ ആക്ഷേപമാണ് ആദ്യം തന്നെ താങ്കളോട് ചോദിച്ചത്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ ആക്ഷേപം ഇനി വരാനുണ്ട് ശ്രീ കൃഷ്ണദാസ്. 2012-2013 ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രീ ബജറ്റ് ചർച്ചയിൽ താങ്കളും രാജ്കുമാർ ഉണ്ണിയും ധനേഷും എലഗൻസ് ബിനോയും കെ ബാബുവിൻ്റെ ഓഫീസിൽ ഒത്തുകൂടിയെന്നും ഒടുവിൽ 22 ലക്ഷം രൂപയായിരുന്ന ബാർ ലൈസൻസ് ഫീസ് 30 ലക്ഷം രൂപയാക്കി ഉയർത്തുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നു എന്നും പിന്നീട് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റി 22-ൽ നിന്ന് 23 ആക്കിയെന്നും പകരം താങ്കളുടെ ഒക്കെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ 10 കോടി രൂപ കെ ബാബു ചോദിച്ചു എന്നും ആ 10 കോടി രൂപ താങ്കൾ തന്നെ വാങ്ങി കൈമാറി എന്നുമുള്ള വലിയ ആക്ഷേപം ഉയർന്നിരിക്കുന്നു. അതുമാത്രമല്ല, ബാക്കിയുള്ള കാര്യം വരാം. പക്ഷേ ഇതിന് മറുപടി ആദ്യം. തികച്ചും പച്ചക്കള്ളം. ഇങ്ങനെ പ്രീ ബഡ്ജറ്റ് അല്ല, ഇത് പോളിസി ഡിസ്കഷനിലാണ് ഈ വിളിക്കുന്നത്. ബഡ്ജറ്റ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പോളിസി ഡിസ്കഷൻ എല്ലാ കൊല്ലം കഴിഞ്ഞ ഒരു 10-15 വർഷമായി എല്ലാ കൊല്ലവും പോളിസിക്ക് മുന്നേ മന്ത്രിമാർ വിളിക്കാറുണ്ട്. നമ്മൾ പോകാറുണ്ട്, അസോസിയേഷൻ്റെ ആൾക്കാർ പോകാറുണ്ട്. പോയി നമ്മൾ നമ്മുടെ നിവേദനം കൊടുക്കും. അത് അവിടെ ഒരു ഡിസ്കഷൻ. അതിനകത്ത് ടാക്സ് സെക്രട്ടറി ഉണ്ടാവും, എക്സൈസ് കമ്മീഷണർ ഉണ്ടാവും, KSBC MD ഉണ്ടാവും, ടാക്സസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, എക്സൈസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അസോസിയേഷൻ മെമ്പേഴ്സ് ഉണ്ടാവും. ഇത്രയും പേര് ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയും. ആ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ചിലപ്പോൾ പരിശോധിക്കാമെന്ന് പറയും, ചിലപ്പോൾ അത് നോക്കട്ടെ എന്ന് പറയും, ചിലത് പറ്റില്ല എന്ന് അപ്പം തന്നെ പറയും. ഇങ്ങനെയുള്ള ഡിസ്കഷൻ നടക്കാറുണ്ട്. ഇത് ഈ 2012-13 ഡിസ്കഷൻ ഞാൻ പോയിരുന്നു. അവിടെ ഇങ്ങനെ എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊരു വിരോധാഭാസം വന്നു. ഇത്രയും പേര് ഇരിക്കുമ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി 10 കോടി ചോദിക്കുന്നത് സാധാരണ ഒരു കൃഷ്ണദാസ് അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ പറയുകയല്ല ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ ആദ്യം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഘട്ടത്തിൽ 30 ലക്ഷം രൂപ തന്നെ വേണമെന്ന് മന്ത്രി ശഠിക്കുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. ഉദ്യോഗസ്ഥരെ മാറ്റിയതിന് ശേഷം ഉദ്യോഗസ്ഥർ കടുംപിടുത്തത്തിലാണ് 30 ലക്ഷം ആക്കുന്നത് വേണ്ടി എന്ന് മന്ത്രി നിങ്ങളോട് പറയുകയും ഒടുവിൽ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് 23 ലക്ഷത്തിൽ.
അതിനുവേണ്ടിയാണ് 10 കോടി രൂപ താങ്കൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം പിരിച്ച് കെ ബാബുവിന് കൊണ്ടുകൊടുത്തത്. അതൊന്നും അല്ല ഇവിടെ വിഷയം. താങ്കളാണ് താങ്കളാണ് കെ ബാബുവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും താങ്കളാണ് ചെയ്തു കൊടുക്കുന്നത്. കെ ബാബുവിന് വേണ്ടി പണം പിരിക്കുന്നത് താങ്കളാണ്. മാത്രമല്ല കെ ബാബു യഥാർത്ഥത്തിൽ കൃഷ്ണദാസ് പറഞ്ഞാൽ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നയാളാണ്. ഇതെല്ലാം ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊന്നും മറുപടി അറിയിക്കുന്നില്ല സത്യത്തിൽ. എനിക്ക് പണം പിരിച്ച് ജീവിക്കേണ്ട ഒരാളല്ല ഞാൻ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ശ്രീ ആന്റണി രാജു, ഇതാ 164 ലഭ്യമായിരിക്കുന്നു. താങ്കളുടെ കയ്യിൽ കോപ്പി ഉണ്ടാകും എന്ന് കരുതുകയാണ്. ഇത്രയധികം തെളിവുകളുള്ള ഒരു വിഷയത്തിൽ കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിടേണ്ടതല്ലേ? ഓർമ്മിപ്പിക്കട്ടെ, ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിട്ട കാര്യം ആദ്യം കെ മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിട്ട കാര്യം ആദ്യം പൊതുസമൂഹത്തെ അറിയിച്ചത് വിജിലൻസിൻ്റെയും ആഭ്യന്തരത്തിൻ്റെയും ചുമതലയുള്ള ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു. ഇന്ന് അദ്ദേഹം ശ്രീ കെ ബാബുവിനെതിരെയും ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതായിരുന്നില്ലേ? ശ്രീ നികേഷ്, ഈ 30 പേജുള്ള മൊഴി എൻ്റെ കയ്യിലുമുണ്ട്, 164 സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അത് പുറത്തു വന്നതോടുകൂടി ബിജു രമേശ് നേരിട്ട് മാണിസാറുമായി ഉന്നയിച്ച മാണിസാറിനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ ബിജു രമേശ് നേരിട്ട് പങ്കാളിയായില്ല എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അതിനകത്ത് ഒരിടത്ത് പോലും ബിജു രമേശിന്റെ റോള് മാണിസാറുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ ബിജു രമേശ് നേരിട്ട് പങ്കാളിത്തമുള്ളതായി പറയുന്നില്ല. ആദ്യം മാണിസാറിനെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് മാണിസാറിന്റെ വിഷയം ചർച്ച ചെയ്യാം. ശ്രീ ആന്റണി രാജു, 1-4-ന് സുനിലിൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ, മഹാസുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ, ബിജു രമേശിൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ, ഇന്ദ്രപാലൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ, 35 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ കെ എം മാണിയുടെ ഔദ്യോഗിക വസതിയിൽ കൊണ്ടുചെന്നു കൊടുത്തത് ആരായിരുന്നു? രാജ്കുമാർ ഉണ്ണി. രാജ്കുമാർ ഉണ്ണിക്ക് ഈ 35 ലക്ഷം രൂപ 2 ബാഗുകളിലായി 2 ബാഗുകളിലായി ആരാണ് എത്തിച്ചു കൊടുത്തത്? ബിജു രമേശിൻ്റെ ഡ്രൈവർ അമ്പിളി. രാജ്കുമാർ ഉണ്ണിക്ക് മാണിസാറിൻ്റെ വസതിയിലെ വരാന്തയിൽ വെച്ച് കൊടുക്കുന്നു. രാജ്കുമാർ ഉണ്ണി ഇത് കെ മാണിക്ക് കൊടുക്കുന്നത് അമ്പിളി എന്ന ഡ്രൈവർ കാണുന്നു. ഇനി എന്താണ് വേണ്ടത്? ആ നോട്ടിൻ്റെ നമ്പറോ? എൻ്റെ നികേഷ്, ഞാൻ പറഞ്ഞത് എന്താ? ബിജു രമേശിന്റെ മൊഴിയിൽ ഒരു ബാറുടമ പോലും മന്ത്രി മാണിക്ക് പണം കൊടുത്തതായി ബിജു രമേശ് പറയുന്നില്ല. അതായത് ബിജു രമേശ് പറയുന്നത് രാജ്കുമാർ ഉണ്ണിയുടെ പേരാണ്. രാജ്കുമാർ ഉണ്ണി അത് നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയട്ടെ, ബിജു രമേശ് ഒക്ടോബർ 31-ാം തീയതി പറഞ്ഞത് 2 പ്രാവശ്യം പാലായിലെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തെന്നാണ് പറഞ്ഞത്. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ സാക്ഷികൾ ആരും പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പുതിയ ഡ്രൈവറെ കൂടെ അദ്ദേഹം ഉൾപ്പെടുത്തി. പുതിയ ഡ്രൈവറെ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല. ഡ്രൈവർ പഴയ ഡ്രൈവർ തന്നെയാണ്. ശ്രീ ആന്റണി രാജു, ഈ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഒരു അക്കൗണ്ടന്റിനെ കുറിച്ചും ഒരു ഡ്രൈവറെ കുറിച്ചും അവിടെയുള്ള ഫോൺ സിഗ്നലിനെ കുറിച്ചും മാത്രമാണ് തെളിവുകളായി ബിജു രമേശ് പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ് 164-ൽ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാ, ആരൊക്കെയാണ് കൊണ്ടുകൊടുത്തത്, ആരാണ് കൊണ്ടുകൊടുത്തത്, ആരൊക്കെ ചേർന്നാണ് ഈ പണം സമാഹരിച്ചത്, ആരാണ് ആ പെട്ടി അവിടെ കൊണ്ട് മാണിസാറിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തത്, ആരുടെ കയ്യിലാണ് കൊടുത്തത്, ആ ആളാരാണ് കെ എം മാണിക്ക് പണം കൊടുത്തത്, അതാരെങ്കിലും കണ്ടോ? ഇത്തരം തെളിവുകൾ വൃത്തിയായി 164-ൽ എഴുതി കൊടുത്തിരിക്കുകയല്ലേ ബിജു രമേശ്? 164-ൽ ഈ അമ്പിളി ഒഴിച്ച് 164-ൽ പറയുന്ന എല്ലാവരും നിഷേധിച്ചിരിക്കുകയാണ്. 164 ഇതിനകത്ത് ഇവിടെ ഒരു വ്യവസായമുണ്ട്, ബാർ ഹോട്ടൽ നടത്തുന്ന വ്യവസായികളുണ്ട്. അവരുടെ കഞ്ഞിയിൽ പൊടി വീഴുന്ന കാര്യമാണ് ബിജു രമേശ് ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇനിയും ജീവിക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഈ മൊഴിയെല്ലാം തിരുത്തി പറയുമെന്ന ശബ്ദരേഖ വേറെയും കിടക്കുന്നു. അത് റെക്കോർഡ് ചെയ്തത് കലൂരിലെ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ വെച്ചാണ്. അതിൻ്റെ ഫുൾ ടേപ്പ് ബിജു രമേശ് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ശ്രീ ആന്റണി രാജു, താങ്കൾക്ക് കേൾക്കണമെങ്കിൽ എൻ്റെ കയ്യിലും ഉണ്ട്. അല്ല, വരട്ടെ, അത് നിങ്ങൾ ആരും വരെ കേൾപ്പിച്ചില്ലല്ലോ. അരമണിക്കൂർ ടേപ്പ്
വിജിലൻസ് പറഞ്ഞത് VS അച്യുതാനന്ദന്റെ കത്തിന് മറുപടി കൊടുത്തത് ശ്രീ കെ ബാബുവിനെതിരെ കേസെടുക്കാൻ ശരി. യാതൊരു തെളിവുമില്ല എന്ന് അത് പറഞ്ഞത്. അത് അത് വേറെ കാര്യമാണ്. കെ ബാബുവിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കെ ബാബുവിലേക്ക് വരാം. കെ ബാബുവിനെതിരെ അല്ലെങ്കിൽ കെ ബാബു, രമേശ് ചെന്നിത്തല, VS ശിവകുമാർ എന്നിവർക്ക് കൂടി പണം കൊടുത്തു എന്ന റിപ്പോർട്ടർ ടെലിവിഷൻ പുറത്തുവിട്ട ശബ്ദരേഖയാണ്. അത് സംപ്രേഷണം ചെയ്ത ടേപ്പ് വിജിലൻസിന് കൊടുക്കുകയും VS അച്യുതാനന്ദൻ വിജിലൻസിന് കൊടുക്കുകയും അതിൽ വ്യക്തതയില്ല എന്ന് VS അച്യുതാനന്ദന് വിജിലൻസ് ഡയറക്ടർ കൊടുക്കും. ഇപ്പോൾ 164ൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ രേഖകളും ഫുൾ ടേപ്പ് അങ്ങനെ തന്നെ ബിജു രമേശ് കൊടുത്തതിന് ശേഷം വിജിലൻസ് ഡയറക്ടർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. 164 ഇതുവരെ വിജിലൻസ് എടുത്തിട്ടില്ല. അപ്പോൾ ബാബുവിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല ശ്രീ ആന്റണി രാജു. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. താങ്കൾ ഓർത്തുകൊള്ളണം അത്. 164 വിജിലൻസ് പരിശോധിക്കട്ടെ, ആ ശബ്ദരേഖ മുഴുവൻ വിജിലൻസ് പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ മാനസാറിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ ആധാരമായ യാതൊരു വസ്തുത ഇല്ലായിരുന്നിട്ടും അന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടു. 42 ദിവസത്തെ അന്വേഷണത്തിൽ മാനസാറിനെതിരെ കാര്യമായി തെളിവില്ലായിരുന്നിട്ടും FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇന്ന് അന്ന് മാനസാറിനെതിരെ 164 ഇല്ല, ഒരു ശബ്ദരേഖയും മാനസാറിനെതിരെ ഇല്ല. ഇന്ന് വളരെ ലീഗലായി സാങ്ക്ടിറ്റി ഉള്ള 164 പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത് ശ്രീ ബിജു രമേശ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളോട് എക്സൈസ് മന്ത്രി പണം ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബിജു രമേശിനും ബാറുടമകൾക്കും ബിജു രമേശ് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് പറഞ്ഞത്. മാണിസാർ ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്ത മാണിസാറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മാണിസാറിനെതിരെ ഇപ്പോ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നു, FIR ഇട്ടു, ഇപ്പോ കുറ്റപത്രം കൊടുക്കുന്നതിന്റെ പ്രോസസ്സിലാണ്. 305ഓളം പേരിൽ നിന്ന് മൊഴിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ആന്റണി രാജു, അതിന് വായിലെ വെള്ളം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് നടക്കട്ടെ. അത് നമുക്ക് കുറ്റപത്രം കൊടുക്കുകയോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം ഒരു ചർച്ച നടത്താം. അന്ന് താങ്കൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കെ ബാബുവിലേക്ക് വരാം. 10 കോടി രൂപയാണ് കെ ബാബുവിന് കൊടുത്തിരിക്കുന്നത്. ആരാണ് കൊണ്ടു കൊടുത്തത്, ഏതാണ് സാഹചര്യം എന്നൊക്കെ 164 എഴുതിയത് താങ്കൾ വായിച്ചല്ലോ. കെ മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷന് രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരുന്നു. അതേപോലെ ഇപ്പോൾ ഈ 164ൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ 160 ക്വിക്ക് വെരിഫിക്കേഷന് പോലും സാധ്യതയില്ല. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയട്ടെ നികേഷേ, ഈ 164 സ്റ്റേറ്റ്മെന്റ് ഇടുന്നതിന് മുമ്പ് തന്നെ മാനസാറിന്റെ പേരിൽ ക്വിക്ക് വെരിഫിക്കേഷനും FIR ഒക്കെ ഇട്ടു. പക്ഷെ അന്ന് FIR ഇടുന്നതിന് വേണ്ടി മാനസാറിന്റെ പേരിൽ FIR ഇടുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ എഴുതി വായിച്ചൊരു പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് നേരിട്ടെടുക്കാവുന്ന കുറ്റം വെളിപ്പെട്ടാൽ ഉടനെ തന്നെ അക്കാര്യത്തിൽ FIR എടുക്കണം. മാത്രമല്ല, പ്രാഥമിക അന്വേഷണത്തിന്റെ ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥന് കിട്ടിയ വിവരം സത്യസന്ധമാണോ കളവാണോ എന്ന് പരിശോധിക്കലല്ല, മറിച്ച് പ്രസ്തുത വിവരം ഒരു കോഗ്നിസബിൾ ഒഫൻസ് വെളിവാക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത്. അടിസ്ഥാനരഹിതമായ കാര്യമാണെങ്കിൽ പോലും മൊഴികൾ വിശ്വാസ്യതയും സത്യസന്ധതയും കണക്കിലെടുക്കാതെ മുഖവിലക്കെടുത്തുകൊണ്ട് ആയത് ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ FIR എടുക്കാതെ നിവർത്തിയില്ല എന്ന് നിയമസഭയിൽ അദ്ദേഹം എഴുതി വായിച്ച പ്രസംഗമാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാണിസാറിനെതിരെ FIR എടുത്തതും ലളിതകുമാരി കേസിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാതെ നിർവാഹമില്ല എന്ന് പറഞ്ഞതും. അങ്ങനെയാണെങ്കിൽ ആ നിയമം മാണിസാറിന് ബാധകമാണെങ്കിൽ അതേ നിയമം എല്ലാവർക്കും ബാധകമാണ്. എന്ന് വെച്ചാൽ കെ ബാബുവിനെതിരെ കേസെടുക്കണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂപി അനുസരിച്ചാണെങ്കിൽ ആ 164ൽ പറയുന്നവർക്കെതിരെ കേസെടുക്കാതിരിക്കാൻ കഴിയില്ല. 164ൽ പ്രധാനമായി 164ലെ 30 പേജ് താങ്കൾ വായിച്ചതാണല്ലോ. കെ ബാബുവിനെതിരെ കേസെടുക്കാതെ കഴിയില്ല. ഒരിക്കൽ കൂടി പറയൂ ശ്രീ ആന്റണി രാജു. ആണുങ്ങളല്ലേ നമ്മളെല്ലാവരും? അല്ല, ഞാൻ ചോദിക്കട്ടെ, 164 നികേഷിന്റെ കയ്യിലും ഉണ്ടല്ലോ. ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ. എന്താണത് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? 164 വായിച്ചാലെല്ലാം മനസ്സിലാവും. 164 ഞാനും വായിച്ചു, ആന്റണി രാജുവും വായിച്ചു. അതിലെ പേജുകളുടെ എണ്ണമൊക്കെ നമ്മൾ പറഞ്ഞു. താങ്കൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മാണിസാറിനെതിരെ
ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഉദ്ധരിച്ചുകൊണ്ടാണ് മാണി സാറിനെതിരെ FIR എടുക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമായെന്നാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തര ഉപമന്ത്രി നിയമസഭയിൽ തയ്യാറായ പ്രസംഗത്തിൽ വായിച്ചത്. അത് ഞാനിവിടെ വായിച്ചു. ലളിതകുമാരിയുടെ കേസ് അനുസരിച്ച് കേസെടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഡെമോക്രസിന്റെ വാള് പോലെ മാണി സാറിന്റെ തലയുടെ മുകളിൽ തൂക്കിയിട്ടാൽ ലളിതകുമാരിയുടെ കേസിന്റെ പേരിൽ പലർക്കെതിരെയും ഭാവിയിൽ കേസെടുക്കേണ്ടി വരും. ബാബുവിനെതിരെ ഈ 164 വന്ന സാഹചര്യത്തിൽ ലളിതകുമാരി കേസ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആപ്ലിക്കബിൾ ആകുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം. അത്രയെങ്കിലും പറഞ്ഞല്ലോ ഷിയാനടി രാജു. ഷിയാജെ തറയിൽ എന്തുകൊണ്ട് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP യുടെ അടിസ്ഥാനത്തിൽ ബാബുവിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് ആന്റണി രാജുവിനൊന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല, ബാബുവിനെതിരെ കേസെടുക്കണമെന്ന് ആന്റണി രാജുവിൻ്റെ ഭൂതി അത് മനസ്സിൽ വെച്ചാൽ മതി. ഇന്നലെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി വിജിലൻസിന്റെ ചുമതലയുള്ള ശ്രീ രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പറഞ്ഞു, ശ്രീ കെ ബാബുവിനെതിരെ എവിടെ തെളിവുകളില്ല, അതുകൊണ്ട് കേസെടുക്കാൻ നിർവാഹമില്ലെന്ന് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ കേസന്വേഷണത്തിലോ അവരുടെ നടപടികളിലോ ഗവൺമെന്റ് രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുകയില്ല. അതുകൊണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ കയ്യിൽ ഇപ്പോൾ 164 സ്റ്റേറ്റ്മെന്റ് കിട്ടിയെന്നാണ് പറയുന്നത്. അവർ നോക്കട്ടെ. ചില ബാർ ഉടമകളുടെ മൊഴി പരസ്പര വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചില സംസ്ഥാന ഭാരവാഹികളായ ബാർ ഉടമകളുടെ മൊഴി പരസ്പര വിരുദ്ധമാണ് എന്ന് കണ്ടിട്ടാണ് വിവിധ ജില്ലകളിലേക്ക് ടീം വിപുലീകരിച്ച് വിജിലൻസ് സംഘം പോയിട്ടുള്ളത്. ഇപ്പോൾ വിജിലൻസ് സംഘം പറയുന്നത് നിങ്ങൾ 15 ബാർ ഉടമകളുടെ 15 എന്നറിയില്ല, ശ്രീ കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. 4 ഭാരവാഹികളുടെ നുണപരിശോധന പോകുന്നുണ്ടോ? നുണപരിശോധനയ്ക്ക് ശ്രീ നികേഷ്, എനിക്കൊരു നോട്ടീസ് കിട്ടി 4-ാം തീയതി വിജിലൻസ് കോടതിയിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ട്. അത് നുണപരിശോധനയ്ക്കാണോ എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ നുണ പരിശോധന എന്നൊക്കെ പറഞ്ഞാൽ അത് എന്റെ വ്യക്തിപരമായ താല്പര്യം. എനിക്കിപ്പം നുണ പരിശോധനയ്ക്ക് തയ്യാറാവുന്നോ വേണ്ടയോ വെച്ച് തീരുമാനിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ആവശ്യമാണ് കോടതി ആവശ്യപ്പെടുന്നത് എങ്കിൽ 4-ാം തീയതി ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിയ നോട്ടീസിൽ പറയുന്നത് ടു അപ്പിയർ ബിഫോർ ദ വിജിലൻസ് കോർട്ട് ഓൺ 4th എന്ന്. എന്തിനാന്ന് എനിക്കറിയില്ല. നുണ പരിശോധനയ്ക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്റെ ഡോക്ടർമാരായിട്ട് ചോദിക്കും, അങ്ങനെ നുണ പരിശോധനയ്ക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? അപ്പൊ ഡോക്ടേഴ്സ് പറയാ അല്ല നിങ്ങൾക്ക് പോകുന്നതുകൊണ്ട് നല്ലത്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്താ പോയാൽ. പക്ഷെ അവര് പറയാ എന്തെങ്കിലും മരുന്ന് കുത്തിവെക്കും, പിന്നെ അത് നിങ്ങളെ മയക്കും. ഞാൻ എന്തിനാണ് ഈ പറഞ്ഞ കാര്യത്തിന് എന്റെ ദേഹത്ത് മരുന്ന് കുത്തിവെക്കാനൊക്കെ ശ്രീ കൃഷ്ണദാസ്, ബിജു രമേശ് പറയുന്നത് നിങ്ങളിൽ പലരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കി ഈ 10 കോടിയുടെ കണക്കല്ല പല കണക്കുകളും പുറത്തു വരുമെന്നാണ്. ശ്രീ ബിജു നികേഷ്, ഞാൻ ആദ്യം പറഞ്ഞു, ശ്രീ ബിജു രമേശ് പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയാനില്ല. ഞാൻ ഈ മാധ്യമങ്ങളിൽ മറുപടി പറയാൻ ഒട്ടും താല്പര്യപ്പെടുന്ന കാര്യമല്ല. പക്ഷെ ഇന്നൊക്കെ വെറുതെ എന്റെ പേര് ഇങ്ങനെ വലിച്ചഴക്കുക. എനിക്കിങ്ങനെ ആർക്കും ഒരു പണം പിരിച്ചു കൊടുത്ത് ജീവിക്കേണ്ട ആളൊന്നുമല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരാൾക്ക് പണം പിരിച്ചു കൊടുത്തിട്ടുമില്ല. എനിക്ക് ഒരു ഉപകാരം പോലും ഈ ഗവൺമെന്റ് വന്നിട്ട് കിട്ടിയില്ല. ഈ ഗവൺമെന്റ് വന്നിട്ട് സത്യം പറഞ്ഞ എന്റെയൊക്കെ വ്യവസായം നശിപ്പിക്കുകയുണ്ടായത്. ഞാൻ ഹോട്ടൽ നടത്തുന്നുണ്ട്, എനിക്ക് ഒരു ഹോട്ടൽസ് ഉണ്ട്. എനിക്ക് ആ ഹോട്ടലിന്റെ ഫെസിലിറ്റി ആയിട്ടാണ് ബാറുകളുള്ളത്. അല്ലാതെ നികേഷ് പോലും അറിയാം എറണാകുളത്ത് ഉള്ള എന്റെ ഹോട്ടൽസിന്റെ സ്റ്റാൻഡേർഡ്സ് എന്താണ്. എങ്ങനെ അവസാനിപ്പിക്കും ഈ ചർച്ച ശ്രീ ആന്റണി രാജു? താങ്കളുടെ നേതാവിനെതിരെ FIR ഇട്ടിരിക്കുന്നു. ഇപ്പോൾ കുറ്റപത്രത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന 164 അനുസരിച്ച് കെ എം മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാതെ വഴിയില്ല. കെ ബാബുവിനെതിരെ ഒരു FIR പോലുമില്ല, ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ പോലുമില്ല. ഇത് കെ എം മാണി തന്നെ പറഞ്ഞത് ഇരട്ട നീതി എന്നാണ്. ആ ഇരട്ട നീതിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ രാഷ്ട്രീയമായി എന്ത് തീരുമാനമെടുക്കും? അല്ല, ഇത് രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടം എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ FIR എടുത്തിരിക്കുന്നു, അന്വേഷണം നടക്കുന്നു. ഇവിടെ തന്നെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ശ്രീ കൃഷ്ണദാസ് തന്നെ ഈ 164-നെതിരായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി തന്നെ വന്നിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും സത്യം പുറത്തു വരട്ടെ, അന്വേഷണം നടക്കട്ടെ. പക്ഷെ ഒരു വസ്തുതയുണ്ട്, ഒരു ന്യായം, നീതി അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ടതാണ്. ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് പോലും തുല്യ നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ 164 പുറത്തു വന്നതിന് ശേഷമുള്ള നടപടികൾ. ഞങ്ങൾ അന്നേ പറയുന്നുണ്ടായിരുന്നു, ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടും FIR-ഉം കെ എം മാണിക്കെതിരെ എടുത്തതെന്ന് ശരിയായില്ല, അത് നീതിയല്ല. ഇന്ന് ബാബുവിനെതിരെ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അന്ന് മാണി സാറിനെതിരെ എടുക്കാൻ പാടില്ലായിരുന്നു. അന്ന് എടുക്കാൻ പാടില്ലാത്ത നിയമം ഉപയോഗിച്ചാണ്
അനീതിയാണ് മാണി സാറിനോട് അന്ന് കാണിച്ചത് എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിവയ്ക്കുന്നതാണ് ഇന്ന് ഈ 164 വന്നതിന് ശേഷവും വിജിലൻസ് കൈക്കൊള്ളുന്ന പല നടപടികളും എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അജയ് തറയിൽ അവസാനമായി 1 കോടി രൂപ മാണി സാറിന് കൊടുത്തു, ബാക്കി 4 കോടിയുടെ കണക്ക് മാണി സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെ ബാബുവിനോട് പറഞ്ഞു 1 കോടി രൂപ ഞങ്ങൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, 4 കോടി മാണി സാർ ചോദിക്കുന്നുണ്ട് എന്ന്. മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്നാണ് കെ ബാബുവിൻ്റെ മറുപടി. തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയുന്നു മാണി സാറിന് ഇനി ഒറ്റ പൈസ കൊടുക്കണ്ട, മാണി സാറിന് ഇനി ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഇതിനൊക്കെ കണക്കുണ്ട്. നിയമമന്ത്രിക്ക് എത്ര, എക്സൈസ് മന്ത്രിക്ക് എത്ര, എക്സൈസ് മന്ത്രിയുടെ തുകയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം എത്ര, അത് എവിടെയൊക്കെ എത്തിക്കണം എന്ന കാര്യത്തിൽ ഒരു കണക്ക് പോലും 164 അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് നേരത്തെ അറിയുന്ന കണക്കാണോ അതോ താങ്കളെ ഏതെങ്കിലും കണക്ക് അത്ഭുതപ്പെടുത്തിയോ? അല്ല നികേഷ്, ഈ കണക്കൊക്കെ എങ്ങനെ കളമശ്ശേരി ഇരുന്ന് സംഘടിപ്പിക്കുന്നതാണ് ഞാൻ അത്ഭുതം. 164-ൽ കാരണം ഇതൊക്കെ ഒരു വലിയ സൃഷ്ടിയാണ്. ഇതൊക്കെ 164-ൽ വലിയ കണക്ക് കൂട്ടലുകളാണ്. 164-ൽ ഒരു കാര്യം ഞാൻ പറയാം നികേഷേ, കേരളത്തിലെ ഈ ഭരണത്തിൽ ഇന്ന് കേരളത്തിലെ ആന്റി കറപ്ഷൻ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഒരു കാര്യത്തിലും ഈ ഗവൺമെന്റ് രാഷ്ട്രീയമായി ഇടപെടുകയില്ല, ഇടപെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് തുറന്ന സ്വതന്ത്രം കൊടുക്കുക, അവർ എന്തും ചെയ്യട്ടെ. ആ വിഷയത്തെ സാമാന്യവൽക്കരിച്ച് അജയ് തറയിൽ രക്ഷപ്പെട്ടു. വളരെ നന്ദി അജയ് തറയിൽ. ആന്റണി രാജു, കൃഷ്ണകുമാർ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്, 8 ഇടപെട്ടതിന്.